1788 കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിൽ ടിപ്പു സുൽത്താൻ പണി ചെയ്യിപ്പിച്ചെടുത്ത ഒരു കോട്ട. അതിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇരട്ട കിണർ ഇന്ന് ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷ്യമായി ശേഷിക്കുന്നു. ഏകദേശം 6.6 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഈ കിണറിന്റെ ഉള്ളിലൂടെ വെറും 1 കിലോമീറ്റർ സഞ്ചരിച്ച് എത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഉള്ളതായിരിക്കോ? ആ കിണറിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ്. പണ്ട് പടയാളികൾ ശത്രുക്കൾ കാണാതെ സഞ്ചരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു കിണറാണ് ഇതെന്നാണ് വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഇരട്ട കിണറാണ്. അതായത് ഒരു കിണറിന്റെ ഉള്ളിൽ വേറൊരു കിണർ. ഈ കിണറിന്റെ സ്റ്റെപ്പുകൾ ഇറങ്ങി രണ്ടാമത്തെ കിണറിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു തുരങ്കമാണ്. ആ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കൊണ്ട് ചാലിയം ബീച്ച് എത്തിച്ചേരാൻ പറ്റും. ഭൂമിയുടെ അടിയിലൂടെ ഒരു യാത്ര. വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കോട്ടയോട് ചേർന്നിട്ട് ഒരു ഗുഹയുണ്ട്. ആ ഗുഹ അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് അടുത്ത് ചെന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. പണ്ട് ടിപ്പു നാണയം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ചെങ്കൽ കോട്ടയാണ് ഇതെന്നാണ് പറയുന്നത്. ടിപ്പു സുൽത്താൻ ഇവിടെ കാലിക്കറ്റ് പിടിച്ചെടുത്തതിന് ശേഷം കാലിക്കറ്റിന്റെ ക്യാപിറ്റൽ ഫറോക്കിലേക്ക് മാറ്റി. അതായത് ഫറോക്കാബാദ്. അന്നത്തെ ഫറോക്കാബാദ് ആണ് ഇന്ന് ഫറോക്കായി മാറിയത്. ഫറോക്കാബാദ് എന്ന് വെച്ചാൽ സിറ്റി ഓഫ് വിക്ടറി, അതായത് വിജയത്തിന്റെ നഗരം എന്നാണ് അർത്ഥം. ഈ ഫറോക്ക് ഒരു ക്യാപിറ്റൽ സിറ്റി ആക്കണം എന്നായിരുന്നു ടിപ്പുവിന്റെ പ്ലാൻ. പക്ഷെ ഇതൊന്നും നടന്നില്ല. കാരണം അതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ പിടികൂടുകയും പിന്നീട് വധിക്കുകയും ഒക്കെയാണ് നടന്നത്. 1991 ഇതൊരു സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചത്. യുദ്ധവും മഴയും കാരണം പൂർണ്ണമാക്കാതെ പോയ പദ്ധതി ചരിത്ര പ്രാധാന്യമുണ്ടെങ്കിലും പരിപാലനം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാരായിട്ട് ആരുമില്ല. ഇത്ര കാലമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ. ബൈ ബൈ.